ഇന്നത്തെ ജംഷഡ്പൂരിനെതിരായിട്ടുള്ള മാച്ച് നിങ്ങളെല്ലാവരും കണ്ടു കാണും. സോ ഈ ഒരു മാച്ചിൽ നമ്മൾ പരാജയപ്പെട്ടു. സോ ഇനി മാനേജ്മെൻറ്റ് നടത്താൻ പോകുന്ന അടുത്ത മൂവ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മാച്ച് പരാജയപ്പെട്ടു നമ്മൾ. സോ ഈ ഒരു മാച്ച് പരാജയപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഇതിൻ്റെ ടോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലാസ്റ്റേഴ്സ് അടുത്ത് ചെയ്യാൻ പോകുന്ന മൂവ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അടുത്ത് ചെയ്യാൻ പോകുന്ന മൂവ് എന്ന് പറയുന്നത് പുതിയൊരു കോച്ചിനെ അനൗൺസ് ചെയ്യുക. സോ ഒരു കോച്ചിനെ അനൗൺസ് ചെയ്യുമ്പോൾ എല്ലാവരും ആ ഒരു ടോക്കിലേക്ക് പോകും, കോച്ചിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും. സോ ഈ ഒരു സമയത്ത് അവർ മിക്കവാറും തോൽക്കുന്ന സമയത്ത് അത് അവർ മാറ്റി വെച്ചേക്കുമായിരുന്നു. അവർക്ക് കഴിഞ്ഞ വീക്കിൽ അനൗൺസ് ചെയ്യായിരുന്നു, പക്ഷേ അവർ മനഃപൂർവ്വം മാറ്റി വെക്കുമായിരുന്നു. അതായത് എന്താ പറയുക, തോൽക്കുന്ന സമയത്ത് അനൗൺസ് ചെയ്യാം. ഒന്നെങ്കിൽ ഇന്ന് അനൗൺസ് ചെയ്യാൻ സാധ്യതകളുള്ള, നാളെ ചിലപ്പോൾ കോച്ചിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റിനെതിരെ എന്താ പറയുക എല്ലാവരും തിരിഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിലുള്ള എന്താ പറയുക ബുള്ളിങ്ങും എല്ലാം ഫാൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ പുതിയൊരു കോച്ചിനെ പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും മാനേജ്മെൻറ്റ് വെറും ഒരു എന്താ പറയുക പന്ന പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നല്ല നല്ല പ്ലേയേഴ്സിനെ കളഞ്ഞു, എന്നിട്ട് ഞങ്ങളുടെ അക്കാഡമിയിൽ എന്തോ മലമറിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് എടുത്തു. അത് ലോക ദുരന്തം. പ്രത്യേകിച്ചും ഡിഫൻസും ഗോൾ കീപ്പിങ്ങും ഒക്കെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഡിഫൻസും ഗോൾ കീപ്പിങ്ങും ഒക്കെയാണ് നമുക്കുള്ളത്. സോ എന്തായാലും വല്ലാത്തൊരു അവസ്ഥയാണ് എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റേത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും കുറേ ഫാൻസ് ഉണ്ട്, മണ്ടന്മാരായിട്ടുള്ള ഫാൻസ്, പ്രത്യേകിച്ച് മഞ്ഞപ്പടയിലൊക്കെ ഉള്ള വെറും മണ്ടന്മാരാണ്. മണ്ടന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ക്ലാസ് മണ്ടന്മാർ. ഉമ്മാരൊക്കെ ഇത്രയും നാളെടുത്ത് ഒരു റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നമ്മളൊക്കെ കിടന്ന് പുറകെയും തള്ളിയിട്ട്. സോ ഉമ്മാർ സ്റ്റിൽ ഇങ്ങനത്തെ റെസ്പോൺസാണ്. അതായത് ഈ ISL ഓടുന്നതിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഈ മണ്ടന്മാർക്ക് അറിയത്തില്ലെന്ന് എനിക്കറിയാത്തത്. ഉമ്മാരുടെ പ്രതികരണമൊന്നുമില്ല. പിന്നെ ആ സ്റ്റേഡിയത്തിൽ പോയി കുത്തിയിരിക്കും, ഗോളടിക്കും, പിന്നെയും കിടന്ന് ചിലയ്ക്കും. ഇതൊക്കെയാണ് പരിപാടി. സ്റ്റേഡിയത്തിൽ പോകരുതെന്ന് പറഞ്ഞാൽ പിന്നെയും അവിടെ സ്റ്റേഡിയത്തിൽ പോകും. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മാർ പോകുന്നത് എന്തിനാണെന്നറിയാം. ഉമ്മാർ സീസൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സോ ആ ടിക്കറ്റിൻ്റെ പൈസ കളയാതിരിക്കാനാണ് ഉമ്മാർ പോകുന്നത്. അതിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ബാക്കിയുള്ള ഫാൻസ് ഇവിടെ ചൊറിയും കുത്തിയിരിക്കും. പ്ലേയേഴ്സിനെ ഡിസ്കറേജ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവന്മാരെ അടുത്ത് പൊക്കിയെടുത്ത് താരാട്ട് പാടിക്കൊണ്ടിരുന്നത്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? കുറേ തൊലിഞ്ഞ പ്ലേയേഴ്സ്, കോച്ചുമാർ, അല്ലേ എന്താ പറയാനാണ്, കുറേ തൊലിഞ്ഞ മാനേജ്മെൻറ്റ്.